ഹായ് ഫ്രണ്ട്സ്, ബൃന്ദ എന്നുള്ള ഒരു തെലുഗു വെബ് സീരീസ് കണ്ടു. സോണി ലിവിൽ ഓഗസ്റ്റ് 2 മുതൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ തമിഴ് ഡബ്ബാണ് കണ്ടത്. മലയാളം ഹിന്ദി വേർഷനൊക്കെ ഉണ്ട്. ഒരു ക്രൈം ഡ്രാമ എന്ന് പറയാൻ പറ്റിയ ജോണറാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് സസ്പെൻസ് ഡ്രാമ, സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് കൂടുതലായി തോന്നിയ ഒരു ക്രൈം ഡ്രാമയാണ്. കാരണം ഇതൊരു ഹൂ ഡൺ ഇറ്റ് പടമല്ല, ഹൗ ഡൺ ഇറ്റ് അല്ലെങ്കിൽ വൈ ഡൺ ഇറ്റ് എന്ന് പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു വെബ് സീരീസ് ആണ് ബൃന്ദ. മെയിൻ ലീഡായി എത്തിയിരിക്കുന്നത് 1 തൃഷ, 2 ഇന്ദ്രജിത്ത്, 3 രവീന്ദ്ര വിജയ്. ഒരു നല്ല ക്രൈം ഡ്രാമക്ക് വേണ്ട എല്ലാ ചേരുവകളും കൃത്യമായി ബൃന്ദ എന്നുള്ള സീരീസിലുണ്ട്. 8 എപ്പിസോഡുകളാണ് ഉള്ളത്. ഓരോ എപ്പിസോഡിന്റെ ദൈർഘ്യം ഏകദേശം 40 മിനിറ്റ് വരും. ഞാൻ ഇതിന്റെ ബേസിക് പ്ലോട്ട് ഒന്ന് പറയാം. തെലങ്കാനയിലെ ഗംഗവാരം എന്നുള്ള ഫോറസ്റ്റിൽ 1996 നടക്കുന്ന ഒരു സംഭവം. അവിടുത്തെ ട്രൈബൽ സമൂഹത്തിന് ഒരു കുട്ടിയെ നരബലി കൊടുക്കണം. കാരണം വനദേവത കോപിച്ചിട്ടാണുള്ളത്. പക്ഷെ ആ കുട്ടിയുടെ അമ്മയും മൂത്ത സഹോദരനും അതിന് സമ്മതിക്കുന്നില്ല. അവർ ഈ കുട്ടിയെ കൂട്ടി നാടുവിടാൻ തീരുമാനിക്കുന്നു. ഈ കുട്ടിയെ എങ്ങനെയല്ലോ രക്ഷപ്പെടുത്തുന്നു. അമ്മയെ പക്ഷെ നാട്ടുകാർ കൊല്ലുന്നു. ഇത് കണ്ടു നിൽക്കുന്ന മൂത്ത സഹോദരൻ ആ കാടിന് തീ വെച്ച് അവിടെയുള്ള ആ മൊത്തം സമൂഹത്തെയും മർഡർ ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് കറന്റ് കാലഘട്ടമാണ്. അവിടെ തെലങ്കാനയിലെ ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ SI ആണ് തൃഷ. പിന്നെ മറ്റൊരു SI ആണ് രവീന്ദ്ര വിജയ്. ഇന്ദ്രജിത്ത് പിന്നെ ഒരു 3-4 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. തൃഷേനെയാണ് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ബൃന്ദ എന്ന പേരുള്ള SI. 3 മാസം മാത്രമേ ആയുള്ളൂ അവര് ജോയിൻ ചെയ്തിട്ട്. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ കേസ് തന്നെ സീരിയൽ കില്ലറിലേക്കുള്ള ഒരു തുമ്പ് കിട്ടലാണ്. അതിനുശേഷം നടക്കുന്ന കേസ് അന്വേഷണമാണ് മൊത്തമായിട്ടും ഈ സീരീസിൽ കാണിക്കുന്നത്. ഈ സീരീസിലെ സീരിയൽ കില്ലിങ്ങിന്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ വിവിധ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു. അതിനെ തുടർന്നാണ് ഈ കൊലയൊക്കെ നടക്കുന്നത്. ഈ കൊല നടത്തുന്നവരെ നമുക്ക് ഏകദേശം കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഹൂ ഡൺ ഇറ്റ് അല്ല, ഹൗ ഡൺ ഇറ്റ് അല്ലെങ്കിൽ വൈ ഡൺ ഇറ്റ് ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ 8 എപ്പിസോഡ് ഉണ്ടെങ്കിലും അതിന്റെ ദൈർഘ്യം വെട്ടി കുറക്കണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാം വേണ്ട സ്ഥലത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. തൃഷയുടെ ഫാമിലി, ഇന്ദ്രജിത്തിന്റെ ഫാമിലി, രവീന്ദ്ര വിജയുടെ ഫാമിലി, പിന്നെ കേസ് അന്വേഷണത്തിന്റെ ആ രീതികൾ എല്ലാം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് സ്ക്രീൻ പ്ലേ നല്ല ടൈറ്റ് ആണ്. പെർഫോമൻസിലേക്ക് വന്നാൽ തൃഷ നല്ല മെച്വേർഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ടൈറ്റിൽ കാർഡ് തന്നെ സൗത്ത് ക്വീൻ തൃഷ എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ പരിവേഷമൊന്നും ഇല്ലാണ്ട് നല്ല സബ്റ്റിലായുള്ള പെർഫോമൻസ് ആണ് തൃഷ കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് ലൗഡ് പെർഫോമൻസ് എന്നല്ല, മിതഭാഷിയായ ഒരു കഥാപാത്രം. കുറച്ച് ഷൈ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പോലീസ് കഥാപാത്രം. ഇന്ദ്രജിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം, പൊതുവെ മറ്റേ ട്രോൾ മോളിവുഡിന്റെ ഇതുണ്ടാകണ്ടല്ലോ, കൃത്യമായി ഉപയോഗിക്കപ്പെടാത്ത നടൻ. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നത് തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ ഓഫേഴ്സ് വരും. പൃഥ്വിരാജിന് ഓൾറെഡി കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഇന്ദ്രജിത്തിന് തെലുഗു, തമിഴ്, ഈവൻ ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്ന് വരെ ഓഫേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ രവീന്ദ്ര വിജയ് എന്നുള്ള ആക്ടർ, ഞാൻ അദ്ദേഹത്തെ പൊതുവെ സീരീസുകളാണ് കാണാറ്. തെലുഗുവിൽ അത്യാവശ്യം നന്നായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹം നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിന് കൊടുത്ത BGM, പ്രത്യേകിച്ച് ടൈറ്റിൽ കാർഡ് BGM നല്ല രസമുണ്ടായിരുന്നു. കുറച്ചൊരു ദുരൂഹത നിറഞ്ഞതുപോലത്തെ ഒരു BGM ആണ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ എഴുതി എക്സിക്യൂട്ട് ചെയ്ത് മികച്ചൊരു ക്രൈം ഡ്രാമയാണ് ബൃന്ദ. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5. ഒരു വട്ടം എന്തായാലും കാണാനുള്ളത് ബൃന്ദ എന്നുള്ള സീരീസിലുണ്ട്. പ്രത്യേകിച്ചും തൃഷയുടെയും ഇന്ദ്രജിത്തിന്റെയും പെർഫോമൻസിനും പിന്നെ ആ ഒരു പോലീസ് പ്രൊസീജിയറിനും വേണ്ടി ഈ സീരീസ് കാണാവുന്നതാണ്.